ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ടെൻഷൻസ് ഉയരുകയാണ്. പക്ഷേ ഇത്തവണ ചർച്ചയാകുന്നത് ഒരു ഫൈറ്റർ ജെറ്റോ മിസൈലോ ഒന്നുമല്ല, മറിച്ചൊരു പവർഫുൾ ആർട്ടിലറി സിസ്റ്റമാണ്. ഇന്ത്യൻ അതിർത്തിയിൽ വീണ്ടും യുദ്ധസമാനമായ ആയുധ വിന്യാസവുമായിട്ട് പാകിസ്ഥാൻ. ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത് സാധാരണ പീരങ്കികളല്ല, 72 കിലോമീറ്റർ വരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത SH-15 സെൽഫ് പ്രൊപ്പൽഡ് ഹുവിറ്റ്സേഴ്സ് ആണ്. ഒന്നല്ല രണ്ടല്ല 250ഓളം ആധുനിക ചൈനീസ് പീരങ്കികളാണ് ഇന്ത്യയുടെ വടക്ക് നിന്നും തെക്കോട്ട് കിടക്കുന്ന പ്രധാന അതിർത്തി മേഖലകളിൽ പാക് സൈന്യം നിരത്തിയിരിക്കുന്നത്. ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന വൻ പ്രത്യാക്രമണത്തിന് ശേഷമുള്ള പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. എന്താണ് ചൈനയുടെ ഈ SH-15 ഹുവിറ്റ്സറുകളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്ര വലിയൊരു വിന്യാസത്തിന് തുനിഞ്ഞത്? ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? പരിശോധിക്കാം. ആദ്യം എന്താണ് അതിർത്തിയിലെ പുതിയ വിന്യാസം എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ആർമി അവരുടെ കിഴക്കൻ അതിർത്തിയിലുടനീളം വൻതോതിലുള്ള പീരങ്കി വിന്യാസമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പഞ്ചാബ്, ജമ്മു മേഖലകളോട് ചേർന്നിട്ടുള്ള ഗുജറൻവാല, സിയാൽകോട്ട്, ജലാൽപൂർ, ജട്ടാൻ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ഈ ആയുധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മുവിനും അമൃത്സറിനും മധ്യേ കിടക്കുന്ന ഷാക്കഗഡ് ബൾജ്, ഈ ഒരു ഭാഗത്ത് വലിയ സജ്ജീകരണങ്ങളാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിലെ മരുഭൂമികളിൽ അമേരിക്കൻ നിർമ്മിത M109 ട്രാക്ട് ടാങ്ക് ടൈപ്പ് ഹുവിറ്റ്സറുകൾ ഉപയോഗിക്കുമ്പോൾ സമതലങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും അതിവേഗം സഞ്ചരിക്കാൻ ശേഷിയുള്ള ചൈനീസ് ട്രക്ക് മൗണ്ടഡ് SH-15 സിസ്റ്റങ്ങളാണ് അവർ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇത് വെറും ഒരു സാധാരണ സൈനിക പരിശീലനമല്ല, മറിച്ച് പാക് ആർമിയുടെ ആർട്ടിലറി റെജിമെന്റുകളെ പൂർണ്ണമായും ആധുനീകരിക്കുന്നതിന്റെ, മോഡേണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ ചൈനീസ് ആയുധത്തെ പ്രതിരോധ വിദഗ്ധർ ഇത്രയും ശ്രദ്ധയോടെ കാണുന്നത്? ഒന്ന് നോക്കാം. ചൈനയിലെ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള പ്രമുഖ ഡിഫൻസ് കമ്പനിയായ നോർനിൻകോ നിർമ്മിച്ച ആയുധമാണ് SH-15. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉപയോഗിക്കുന്ന PZL-181 എന്ന പീരങ്കിയുടെ കയറ്റുമതി പതിപ്പാണിത്. SH-15 ഒരു ടാങ്ക് അല്ല, മിസൈൽ ലോഞ്ചറുമല്ല, ഇതൊരു 155mm ട്രക്ക് മൗണ്ടഡ് സെൽഫ് പ്രൊപ്പൽഡ് ഹുവിറ്റ്സർ ആണ്. അതിനർത്ഥം വലിയ ആർട്ടിലറി ഗണ്ണ് ഒരു മിലിറ്ററി ട്രക്കിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ വേഗത്തിൽ നീങ്ങാൻ കഴിയും, ഫയർ ചെയ്യാം, പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലം മാറാം. ഇനി പ്രധാന പ്രത്യേകതകൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഒന്ന്, ഹൈ മൊബിലിറ്റി ആൻഡ് സ്പീഡ്. ഒരു 6x6 ആംഡ് ഷാങ്സി ട്രക്കിന് മുകളിലാണ് ഈ 155mm പീരങ്കി ഉറപ്പിച്ചിരിക്കുന്നത്. റോഡുകളിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ ഇതിന് കഴിയും. രണ്ടാമത്, റേഞ്ച് ആൻഡ് പ്രിസിഷൻ ആണ്. സാധാരണ നേറ്റോ സ്റ്റാൻഡേർഡ് വെടിമരുന്നുകൾ ഉപയോഗിച്ച് 30 മുതൽ 40 കിലോമീറ്റർ വരെ പ്രഹരിക്കാം. എന്നാൽ പ്രത്യേക VLAP റോക്കറ്റ് അസിസ്റ്റഡ് ഷെല്ലുകൾ ഉപയോഗിച്ചാൽ 53 മുതൽ 72 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. മൂന്നാമത്തേത്, ഷൂട്ട് ആൻഡ് സ്കൂട്ട് ടെക്നിക്. ഇതിന്റെ ഓട്ടോമേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം. ഇതുവഴി മിനിറ്റിൽ 6 റൗണ്ടുകൾ വരെ ഫയർ ചെയ്യാം. വെടിയുതിർത്ത ശേഷം ശത്രുക്കളുടെ റഡാറുകൾ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് വേഗത്തിൽ പിന്മാറാൻ, അതായത് ഷൂട്ട് ആൻഡ് സ്കൂട്ടിന് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഒരു ആയുധ ഇടപാട് മാത്രമല്ല. കഴിഞ്ഞൊരു ദശകമായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റംസ്, നേവൽ വെസൽസ്, ഡ്രോൺസ്, ഇപ്പോൾ ആർട്ടിലറി സിസ്റ്റംസ്, ഇങ്ങനെ പല മേഖലകളിലും ചൈന പാകിസ്ഥാന്റെ പ്രധാന പ്രതിരോധ പങ്കാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ബാധിക്കുന്നു. പാകിസ്ഥാൻ പെട്ടെന്ന് 250 ഹുവിറ്റ്സറുകൾ വിന്യസിക്കാൻ കാരണമായ പശ്ചാത്തലം എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നിയന്ത്രണ രേഖയ്ക്കും അതുപോലെ പാക് അധിനിവേശ പ്രദേശങ്ങൾക്കുമുള്ളിലുള്ള ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യൻ സംയുക്ത സൈന്യം നടത്തിയ അതിശക്തമായ പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ആ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ പരമ്പരാഗത പീരങ്കി പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു. തങ്ങളുടെ അതിർത്തിയിലെ ബലഹീനത മനസ്സിലാക്കിയ റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനം ഇന്ത്യക്ക് എതിരെ ഒരു ലോങ് റേഞ്ച് കൺവെൻഷണൽ ഡിറ്ററൻസ് അല്ലെങ്കിൽ ദൂരപരിധിയുള്ള പ്രഹരശേഷി വളർത്തിയെടുക്കാനാണ് ചൈനയുടെ സഹായം തേടിയത്. കൂടാതെ ടാക്സിലയിലെ പ്ലാന്റിൽ ഈ പീരങ്കികൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ചൈന പാകിസ്ഥാന് നൽകിക്കഴിഞ്ഞു. അപ്പോൾ ചോദ്യം ഇതാണ്, ചൈനീസ് SH-15 എത്തിയാൽ ഇന്ത്യ ഭയപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ ഇതിലും ശക്തമായ ആധുനിക പ്രതിരോധ ആയുധങ്ങളുണ്ട്. ഒന്ന്, K9 വജ്ര T. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച K9 വജ്ര ഒരു ട്രാക്ട് പീരങ്കിയാണ്. ചൈനയുടെ ട്രക്ക് അധിഷ്ഠിത പീരങ്കിയേക്കാൾ കവചിത സുരക്ഷയും പ്രതികൂല ഭൂപ്രകൃതിയിൽ കൂടുതൽ ചലന സ്വാതന്ത്ര്യവും വജ്രയ്ക്കുണ്ട്. ഇനി അടുത്തത്, സ്വാതി കൗണ്ടർ ബാറ്ററി റേഡാർസ്. ശത്രുക്കളുടെ പീരങ്കികൾ വെടിയുതിർക്കുന്ന നിമിഷം തന്നെ അവയുടെ സ്ഥാനം കൃത്യമായിട്ട് കണ്ടെത്തുന്ന സ്വാതി റഡാറുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഇനി പിനാക്ക മാർക്ക് 2.
പിനാക്ക MBRL. സെക്കൻഡുകൾക്കുള്ളിൽ ശത്രു താവളങ്ങളെ തകർത്ത് കളയുന്ന പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങളും ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആർട്ടിലറി മോഡേണൈസേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതിനാൽ അപ്പുറത്ത് SH-15 വന്നതുകൊണ്ട് മാത്രം പവർ ബാലൻസ് പൂർണ്ണമായി മാറിയെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിർത്തിയിലെ മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും നീങ്ങുന്നതെന്ന സൂചനയാണിത്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണവും അതിർത്തിയിലെ ഈ നീക്കവും ഇന്ത്യക്ക് തന്ത്രപരമായ ജാഗ്രത അനിവാര്യമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലും പെട്ടുകിടക്കുന്ന പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ അതിർത്തി സായുധമാക്കാനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നത്. ചൈനയുടെ വായ്പയിലും സാങ്കേതിക വിദ്യയിലും താങ്ങി നിൽക്കുന്ന ഈ ആയുധ കച്ചവടം ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ തകർക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.